ലോകത്തിൽ പല രാജ്യക്കാരും പല കെട്ടിടങ്ങൾ പണിയുമ്പോഴും പലപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എന്നാൽ ഇറ്റലിയിൽ കത്തീഡ്രലിന് ബെല്ല് വെക്കാനായി പണിത മണിമാളിക ചരിഞ്ഞത് വഴി ലോകപ്രശസ്തമായ ഒരു നഗരമാണ് പിസ. പിസ ഗോപുരം ഇറ്റലിയുടെ ടെക്സ്കാനി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ബസ്സിൽ വന്നിട്ട് അത് കുറേ ദൂരം പാർക്ക് ചെയ്ത ശേഷം ടോയ് ട്രെയിനിലാണ് പിസ ഗോപുരം കാണാനെത്തിയത്. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകപ്രശസ്തമായ പിസ ഗോപുരം കാണാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. പുറകിൽ നിങ്ങൾ കാണുന്നില്ലേ, 8 നിലയിലുള്ള ഒരു കെട്ടിടമാണിത്. ഞാനിതൊന്ന് അല്പം ചരിച്ച് നോക്കുകയാണ് എങ്ങനെ ഇരിക്കും എന്ന്. ഇറ്റലിയുടെ മാപ്പിലെ ആ ചുമന്ന ഇതിൽ കാണുന്നതാണ് പിസ. ഇവിടെ നല്ല ജനത്തിരക്കാണ്. പിസ ഗോപുരം ഫേമസ് ആയത് ഒരല്പം ചരിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇത് 1173 മുതൽ 1372 വരെയുള്ള കാലഘട്ടത്തിലാണ് പണിതത്. 199 വർഷം എടുത്തു ഇത് പണിയാൻ. ഏകദേശം 56 മീറ്റർ നീളമുണ്ട്. നിർമ്മാണ ശൈലി റോമൻസ്കാണ്. ഇത് പണിതത് കത്തീഡ്രൽ ഓഫ് പിസായ്ക്ക് വേണ്ടി ഒരു ബെൽ ടവർ ആയിട്ടാണ്. ഗോപുരം നിർമ്മിച്ച ഭൂമിയുടെ അടിത്തറയിൽ മണ്ണൊലിപ്പുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഒരു ഭാഗം പതിയെ താഴേക്ക് ചായുകയായിരുന്നു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഗോപുരം ചായുന്നതായി മനസ്സിലാക്കിയതുകൊണ്ട് വിവിധ രീതിയിൽ ഇത് വീഴാതെ നിലനിർത്തി. ഇപ്പോൾ ഇത് 3.97 ഡിഗ്രി മാത്രമേ ചരിവുള്ളൂ. പിസ ഗോപുരം ഒരു വലിയ സമുച്ചയത്തിൻ്റെ ഭാഗമാണ്. ചുറ്റുപാട് 3-4 കെട്ടിടങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്ന ഫീൽഡ് ഓഫ് മിറാക്കിൾസ് എന്നാണ്. പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുണ്ട് ഇവിടെ. കത്തീഡ്രൽ ഓഫ് സാന്താ മറിയ റോമൻ സ്റ്റൈലിലുള്ള ഒരു ആരാധനാലയമാണ്. പിന്നൊരു ബാപ്റ്റിസ്റ്ററി ഉണ്ട്. അതൊരു ദീക്ഷാ മന്ദിരമാണ്. അതിൻ്റെ മേൽക്കൂരയും വളരെ പ്രശസ്തമാണ്. അതുപോലെ ശബ്ദ പ്രതിഫലനവും ഇതിനകത്തുണ്ട്. പിന്നെയുള്ളത് ശ്മശാനമാണ്. അതിലെ മതിൽ ചിത്രങ്ങൾ കലാ സൃഷ്ടികളുള്ളതാണ്. ഇത് പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. നല്ല ചിത്രപ്പണികളും മനോഹരമായ വാതിലുകളും ജനലുകളുമൊക്കെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു പള്ളിയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായ ലോൺ ഉണ്ട് ഇവിടെ. പിസ നഗരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് പിസ ലോക പ്രശസ്തമാണ്. ഈ നഗരം അർണോ നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലോറൻസ് നഗരത്തിൽ നിന്ന് 85 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്മാരകമാണ് പിസ ഗോപുരം. അന്താരാഷ്ട്ര ടൂറിസത്തിൻ്റെ കണക്കനുസരിച്ച് 5 മുതൽ 6 ലക്ഷം ആൾക്കാർ പിസ ഗോപുരത്തിൽ കയറുന്നുണ്ട്. എന്നാൽ ഇത് സന്ദർശിക്കുന്നത് 30 തൊട്ട് 50 ലക്ഷം ആൾക്കാരാണ് ഒരു വർഷം. പിസ ഗോപുരത്തിൻ്റെ നിർമ്മാണ ചരിത്രം വളരെ രസകരമാണ്. അതിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു കലവറയുണ്ട്. 1178 3-ാം നില പൂർത്തിയാക്കിയപ്പോൾ ഗോപുരം ചാഞ്ഞു തുടങ്ങി. അടിത്തറയുടെ കീഴിലെ മണ്ണ് ഒരേ രീതിയിൽ നിരത്തി ഉറപ്പിച്ചില്ല എന്നുള്ളതാണ് കാരണം. യുദ്ധങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം പണി നിർത്തിവെച്ചു. പക്ഷേ ഇതാണ് ഗോപുരം നിലനിന്നതിൻ്റെ ഭാഗ്യം. മണ്ണിന് സെറ്റിൽ ചെയ്യാനുള്ള സമയം കിട്ടി. 1272 ഒരു എഞ്ചിനീയർ ജിയോവാനി ഡി സൈമൺ ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു. ഗോപുരത്തിന് മുകളിലുള്ള ബെൽഘടകം ചേർത്ത് പണി പൂർത്തിയാക്കി. അതിന് ഏകദേശം 199 വർഷം എടുത്തു. വെളുത്ത മാർബിൾ കല്ലുകളാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. 8 നിലയായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്.
മുകളിലത്തെ ചെറിയ ഘടനയാണ് ബെൽ ടവർ. ഇതിന് 7 ബെല്ലുകളുണ്ട്. ഓരോന്നും ഓരോ സംഗീത നോട്ടിന് ഒത്തിരിക്കുന്നു. ഞങ്ങളിവിടെ നിന്ന് പല പോസിലുള്ള ഫോട്ടോ എടുത്തു. പിസ ഗോപുരം തള്ളി നീക്കുന്നതിൻ്റെയും പൊക്കിയെടുക്കുന്നതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള പല പോസിലുള്ള ഫോട്ടോകൾ എടുത്തു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിച്ചിരിക്കുന്നത്. ഇന്ന് പിസ ഗോപുരം യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി അംഗീകരിച്ചിട്ടുണ്ട്. പിസ ഗോപുരത്തിൻ്റെ ചരിവ് കുറയ്ക്കാനായി പണിക്കാർ മുകളിലത്തെ നിലകൾ പണിതപ്പോൾ ഒരു വശത്തിന് ഉയരം കുറച്ചാണ് പണിതത്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ മണ്ണെടുത്ത് നീക്കിയിട്ട് കുറേ അത് ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഗോപുരം 3.97 ഡിഗ്രി ചരിവിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പിസ ഗോപുരം സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന പലരുടെയും കൈകളിൽ അവരുടെ പെറ്റ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമായിരുന്നു ഈ ചരിഞ്ഞു വരുന്ന പിസ ഗോപുരം ഒന്ന് കാണുക എന്നുള്ളത്. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പിസ ഗോപുരം ഇന്നും മാനവ എഞ്ചിനീയറിങ്ങിൻ്റെയും പിശക് വഴി സൃഷ്ടിച്ച അത്ഭുതത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും പ്രശസ്തമാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ടോയ് ട്രെയിൻ വരുന്നുണ്ട്. എല്ലാവരെയും അറിയിച്ചു. വേറൊന്നും വന്ന ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നു. അടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ കയറി പോവുകയാണ്. ബസ് കിടക്കുന്നിടത്തേക്ക് നീങ്ങാൻ വേണ്ടിയാണ്. ടോയ് ട്രെയിൻ പോകുന്നത് നല്ല രസമാണ്. ഒരു നല്ല അനുഭവം തന്നെയാണ് അതൊക്കെ. എല്ലാ സ്ഥലങ്ങളും കണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്നു. എല്ലാവർക്കും വളരെയേറെ സന്തോഷമാണ്. പട്ടണമൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിനടുത്ത് വന്നിറങ്ങുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ യാത്ര തുടരട്ടെ. താങ്ക് യു.